ആരിൽ നിന്നോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൽ ജനാധിപത്യ ദംശനം നടത്താൻ നേരത്തെ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ് കളക്ടർ ഇലക്ഷൻ കമ്മീഷന്റെ ഫോൺ പോലും എടുക്കാത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ജനപ്രതിനിധിയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ഇവരെ പോലെ തെരഞ്ഞെടുക്കും. എന്തുകൊണ്ട് ഇവരെ വോട്ട് നിഷേധിച്ചു? എന്തുകൊണ്ട് 3 മിനിറ്റാണ് വൈകിയത്? അപ്പൊ ഇത് ജനാധിപത്യ ദോഷനാണ്. കലക്ടറെ കൂട്ടി നിൽക്കാൻ പാടില്ല. അവർക്ക് ഒരു വോട്ട് കുറഞ്ഞു കിട്ടണം. കലക്ടർ എന്തൊരു വോട്ട് തന്നു? വോട്ടെടുപ്പ് തുടങ്ങിയിട്ടില്ല. നിയമസഭയിൽ പോലും വോട്ടെടുപ്പ് നടത്തുന്നതിന്റെ തുടങ്ങിയതിനു ശേഷം മെമ്പർ വന്നാൽ കറക്റ്റോട് സംസാരിക്കുന്നതാണ്. കറക്റ്റോട് സംസാരിക്കുന്നതാണ്. അങ്ങനെ പഠിപ്പിക്കാൻ അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാടിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുമാണ്. ജനങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബഹുമാനപ്പെട്ട MLA എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ഇതിലെല്ലാവരും സർവേ ചെയ്യണം. I don't take this, sir, because that's my right, sir. I am the board of this campus, sir. I am understanding. നമ്മൾ കൃത്യമായിട്ട് 10:30 മണിക്ക് മീറ്റിംഗ് നമ്മൾ തുടങ്ങി. നിങ്ങൾ മാത്രം നിങ്ങളുടെ മെമ്പർ ഉണ്ട്. സമയം നമ്മൾ കാണിച്ചു. നിയമസഭയിൽ റോഡ് പിന്നെ വോട്ടവകാശം കൊടുക്കണ്ടേ? വോട്ടിങ്ങിന് സമയത്ത് വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കലക്ടറെ ഞാൻ ഇവിടെ പല പ്രാവശ്യം ഫോൺ എടുത്തില്ല. സെക്രട്ടറിയെ ഞാൻ വിളിച്ചു. സാറ് നിർദ്ദേശം വായിക്കുന്നതിന്റെ ഇടയിൽ ഇവർ എത്തിയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഇടയിൽ ജില്ലാ കളക്ടർ നീതി പാലിക്കുക. ജില്ലാ കളക്ടർ നീതി പാലിക്കുക. ജില്ലാ കളക്ടർ നീതി പാലിക്കുക. ജില്ലാ കളക്ടർ നീതി പാലിക്കുക. ധിക്കാരം ഇത് ധിക്കാരം. ധിക്കാരം ഇത് ധിക്കാരം. ധിക്കാരം ഇത് ധിക്കാരം. ധിക്കാരം ഇത് ധിക്കാരം. കളക്ടറുടെ ധിക്കാരം. കളക്ടറുടെ ധിക്കാരം. പക്ഷപാതം പക്ഷപാതം. പക്ഷപാതം പക്ഷപാതം. പക്ഷപാതം പക്ഷപാതം. പക്ഷപാതം പക്ഷപാതം. കളക്ടറുടെ പക്ഷപാതം. കളക്ടറുടെ പക്ഷപാതം. കളക്ടറുടെ പക്ഷപാതം. കളക്ടറുടെ പക്ഷപാതം. ജനാധിപത്യം കൊല ചെയ്യാൻ. ജനാധിപത്യം കൊല ചെയ്യാൻ. അവകാശങ്ങൾ ഇല്ലാതാക്കാൻ. അവകാശങ്ങൾ ഇല്ലാതാക്കാൻ. ഒട്ടുനിൽക്കും ജില്ലാ ഈ നാടിന്റെ അപമാനം. ഈ നാടിന്റെ അപമാനം. നിഷേധിച്ച വോട്ടവകാശം നിഷേധിച്ച ജില്ലാ കളക്ടർ മുർദാബാദ്. ജില്ലാ കളക്ടർ മുർദാബാദ്. ജില്ലാ കളക്ടർ മുർദാബാദ്. ജില്ലാ കളക്ടർ മുർദാബാദ്. യൂണിയൻ സിന്ദാബാദ്. 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 വോട്ടവകാശം നിഷേധിച്ച ജില്ലാ കളക്ടർ മുർദാബാദ്. ജില്ലാ കളക്ടർ മുർദാബാദ്. ജില്ലാ കളക്ടർ മുർദാബാദ്. ജില്ലാ കളക്ടർ മുർദാബാദ്. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. യൂണിയൻ
നിഷേധിച്ച വോട്ടവകാശം നിഷേധിച്ച ജില്ലാ കളക്ടർ മുർദാബാദ് ജില്ലാ കളക്ടർ മുർദാബാദ് ജില്ലാ കളക്ടർ മുർദാബാദ് 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 ജില്ലാ കളക്ടർ മുർദാബാദ് ഡിസ്ട്രിക്ട് കളക്ടർ ഗോ ബാക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ഗോ ബാക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ഗോ ബാക്ക് ജനാധിപത്യം നിഷേധിച്ച വോട്ടവകാശം നിഷേധിച്ച ജില്ലാ കളക്ടർ ഗോ ബാക്ക് ജില്ലാ കളക്ടർ ഗോ ബാക്ക് 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 ഡിസ്ട്രിക്ട് കളക്ടർ ഗോ ബാക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ഗോ ബാക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ഗോ ബാക്ക് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമാണ് നടന്നത്. അത് നമ്മളെല്ലാവരും കണ്ടു. ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. 10:30 മണിക്കാണ് എല്ലാവരെയും വിളിച്ചത്. 10:30 മണിക്ക് വോട്ടെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 10:33 നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ 10:33 ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല നമ്മുടെ ഈ നാഷണൽ ഹൈവേയിലും നമ്മുടെ ഈ റോഡിലും ഒക്കെ ഉള്ള ഗതാഗത തടസ്സത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഇങ്ങനെ ഞാനിങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് വൈകും എന്നുള്ള വിവരം അവർ അപ്പോൾ തന്നെ ഇവിടെ നൽകിയിരുന്നു. മാത്രവുമല്ല നമ്മുടെ അജീസ് കളത്തൂർ മറ്റൊരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ വിവരം ഭരണാധികാരിയായ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞാൻ കലക്ടറെ വിളിച്ചു, കലക്ടർ ഫോൺ എടുത്തില്ല. അപ്പോൾ 10:33 അവരിവിടെ എത്തിയിരുന്നു. 10:33 വോട്ടെടുപ്പ് നടപടി ആരംഭിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കലക്ടർ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എത്തിയിട്ടിരുന്നു. പക്ഷേ ഡോറ് തുറന്നില്ല. കലക്ടറുടെ വിവേചനാധികാരം എന്ന് പറയുന്നത്, കലക്ടറുടെ വിവേചനാധികാരമെങ്കിലും 3 മിനിറ്റ് വൈകിയിട്ട് മെമ്പർ അകത്തേക്ക് പ്രവേശിക്കാമല്ലോ കലക്ടർക്ക്. അപ്പോൾ കലക്ടർ ഇപ്പോൾ ഭരണപക്ഷത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഏറ്റവും വലിയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ ധ്വംസനമാണ് നടത്തിയത്. ഈ ജില്ലാ ഭരണസമിതിയോട്, ഇന്ന് അധികാരമേറ്റ ജില്ലാ ഭരണസമിതിയോട് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ പ്രതിപക്ഷത്തെ അങ്ങനെ തൃണവലിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരു പുല്ലായി കണക്കാക്കിക്കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണം അവർക്ക് സുഗമമായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വപ്നം മാത്രമാണ്, അവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ കലക്ടറെ വിളിച്ചിരുന്നു, കലക്ടർ ഞങ്ങളുടെ ഫോൺ എടുത്തില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷനെ കലക്ടറെ വിളിച്ചു, കലക്ടർ അദ്ദേഹത്തിന്റെ ഫോൺ പോലും എടുത്തില്ല. അപ്പോൾ ആരിൽ നിന്നോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൽ ജനാധിപത്യ ധ്വംസനം നടത്താൻ നേരത്തെ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ് കലക്ടർ ഇലക്ഷൻ കമ്മീഷന്റെ ഫോൺ പോലും എടുക്കാത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.